Good morning. Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എടുത്തുകൊണ്ടിരിക്കുന്നേ. എവിടെ വരെ എടുത്ത് നിർത്തിയത്? റേഡിയേഷൻ റിസ്ക് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? സിവിയർ എഫക്ട് പറഞ്ഞില്ലേ? ക്രോണിക് എഫക്ട് ഒക്കെ പറഞ്ഞില്ലേ? റെഗുലേറ്ററി ബോഡി പറഞ്ഞല്ലോ അല്ലെ? ഡയഗ്നോസ്റ്റിക് ഏരിയ വരെ അത് കംപ്ലീറ്റ് ആയില്ലായിരുന്നോ? ഡയഗ്നോസ്റ്റിക് ഏരിയാസിന്റെ പോയിന്റ്സ് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, നമ്മൾ ഇനി അടുത്തത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും വരെ എടുത്തു നിർത്തിയത് വരെ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ? പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം. എന്തിൽ നിന്നുള്ള സംരക്ഷണമാണ്? റേഡിയേഷൻസിൽ നിന്നുള്ള സംരക്ഷണം അല്ലെ? ഇവിടെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റേഡിയേഷൻ പ്രൊട്ടക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പൊ എന്താണ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ? റേഡിയേഷൻ പ്രൊട്ടക്ഷനെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിനെ നിർവചിച്ചിരിക്കുന്നത് is defined by the International Atomic Energy Agency, that is IAEA. ഒന്നുകൂടി അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ചോദിക്കാറുണ്ട് കേട്ടോ. AERPയും ചോദിക്കാറുണ്ട്. എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അല്ലെങ്കിൽ IAEAയുടെയും എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു തന്നെ വെക്കാം കേട്ടോ. ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ IAEA ആണ് നമ്മുടെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു നിർവചനം നൽകിയിരിക്കുന്നത്. ഇനി IAEA അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്റർ ഗവൺമെന്റൽ ഏജൻസിയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആയിരിക്കാം? എന്തിനു വേണ്ടിയുള്ളതായിരിക്കാം? ഒരു പീസ്ഫുൾ ആയിട്ട് അല്ലെ, ഒരു സമാധാനപരമായിട്ടുള്ള ഈ എനർജി, ന്യൂക്ലിയർ എനർജിയുടെ യൂസ് അല്ലെങ്കിൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് IAEA എന്ന് പറയുന്നത്. ഈ IAEA നമ്മുടെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർവചിച്ചിരിക്കുന്നതാണ് ഇനി പറയുന്നത് ആസ് the protection of people from injurious effects of exposure to ionizing radiation and the means for attaching this. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? The protection of people. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ is the protection of people from injurious effects of exposure to ionizing radiation and the means for attaching this. ഇനി എന്താണ് ഒരു അയനൈസിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി അല്ലെ? ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമ്മുടെ ഇലക്ട്രോണിക് വേവ് ഫോംസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഫോമുകളിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് അയനൈസിംഗ് റേഡിയേഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗാമ റേസ്, എക്സ്റേസ് ഒക്കെ പറയാം അല്ലെ? ഇവിടെ നമ്മുടെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കി, ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഗാമ റേസോ അല്ലെങ്കിൽ എക്സ്റേസോ പോലെയുള്ള അയനൈസിംഗ് റേഡിയേഷന് വിധേയമാവുന്ന, എക്സ്പോസ്ഡ് ആവുന്ന അല്ലെങ്കിൽ അയനൈസിംഗ് റേഡിയേഷന് വിധേയമായിട്ടുണ്ടാവുന്ന ഇൻജൂറിയസ് എഫക്ട്സ് അല്ലെങ്കിൽ ദോഷഫലങ്ങളിൽ നിന്നും ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, അതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ആ വീടിൽ നിന്ന് തന്നെ നമുക്ക് മീനിങ് കിട്ടും അല്ലെ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എന്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണമാണ്? റേഡിയേഷനിൽ നിന്നുള്ള അല്ലെ? ഇവിടെയും അത് തന്നെയല്ലേ പറയുന്നേ? അയനൈസിംഗ് റേഡിയേഷൻസ്, ഇപ്പൊ ഗാമ റേസ് ആവാം, എക്സ്റേസ് ആവാം, അതൊക്കെ അതിന്റെ എക്സാമ്പിളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള അയനൈസിംഗ് റേഡിയേഷന്റെ ബാധിക്കും അല്ലെ? അതിന് എക്സ്പോസ്ഡ് ആവുന്ന, അതിന് വിധേയമാകും
ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ദോഷഫലങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക. ആൻഡ് ദ മീൻസ് ഫോർ അറ്റാച്ചിങ് ദിസ്, അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെടുത്തി നൽകാൻ കഴിയും? അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്നാണ് IAEA ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? മനസ്സിലായോ? എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? റേഡിയേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ലെ? റേഡിയേഷനിൽ നിന്നുള്ള സംരക്ഷണം തന്നെയാണ്. എങ്ങനെയുള്ള റേഡിയേഷനിൽ നിന്നാ? അയനൈസിംഗ് റേഡിയേഷൻ, ഗാമാറേ, എക്സ്റേ പോലെയുള്ള അയനൈസിംഗ് റേഡിയേഷന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന ഇൻജൂറിയസ് എഫക്ട്സ് അല്ലെങ്കിൽ ദോഷഫലങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക. അതിനുവേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുമായി ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതെല്ലാം കളക്റ്റീവായിട്ട് നമുക്ക് വിളിക്കാവുന്ന പേരാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് 3 ടൈപ്പ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ് പഠിക്കാനുള്ളത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ആ ഡെഫിനിഷൻ, എന്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണെന്ന് നോക്കാം. ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ കൊടുത്തിരിക്കും. അത് എന്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ്? എന്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ്? ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. The protection of people dash is that dash is defined as, നോക്കാം, dash is defined as the protection of people from injurious effects of exposure to ionizing radiation and the means for attaching this. എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ ആണ്? റേഡിയേഷനുമായി ബന്ധപ്പെട്ട, റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടാന്ന് പറയുന്നത്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ എന്ന് പറയാം. ഇനി റേഡിയേഷൻ പ്രൊട്ടക്ഷനെ വിളിക്കാവുന്ന മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി IAEA എക്സ്പാൻഡഡ് ഫോം എന്താണ് എന്ന് ചോദിക്കാം. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് നോക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് 3 ടൈപ്പ് ആയിട്ട് റേഡിയേഷൻ പ്രൊട്ടക്ഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ആ പേരിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു ഒക്യുപേഷൻ എന്ന് പറഞ്ഞാല്? ജോബ് അല്ലെ? നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒക്യുപേഷൻ എന്താണെന്ന് ചോദിക്കുക. നമ്മുടെ തൊഴിലാണ് നമ്മൾ പറയുക അല്ലെ? അപ്പൊ ഇവിടെ ഒക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോ ഇവിടെ ആരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കാം? ആരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കാം? വർക്കേഴ്സിന്റെ അല്ലെ? വെരി ഗുഡ്. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സംരക്ഷണമാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനില് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒക്യുപേഷൻ അപ്പൊ പേരിൽ കണക്ട് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് ഒരിക്കലും മറന്നുപോകില്ല. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഒക്യുപേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് അല്ലെ? അപ്പൊ ഈ ഒരു റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആർക്ക് വേണ്ടി തന്നെയായിരിക്കും? വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ? Which is the protection of workers in circumstances where their exposure is directly connected with their work. അല്ലെ? അപ്പൊ അവരുടെ വർക്ക്, അതായത് ഈ ഒരു ചുറ്റുപാടിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ എങ്ങനെയുള്ള ചുറ്റുപാടില? റേഡിയേഷനുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന അല്ലെങ്കിൽ റേഡിയേഷന് വിധേയമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ വർക്ക് നേരിട്ട് ഇങ്ങനെ റേഡിയേഷനുമായിട്ട് വിധേയമാകുന്നതുമായി നേരിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാകുമ്പോ അവര് നേരിട്ട് ഈ എക്സ്പോസ്ഡ് ആകുന്ന ഇതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ട് അല്ലെ? നേരിട്ട് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആളുകൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെ സംരക്ഷണമാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടില്ലേ? ഓക്കെ. രണ്ടാമത്തത് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. എന്തായിരിക്കാം മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോ? മെഡിക്കൽ എന്ന് പറയുമ്പോ അവിടെ മെഡിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി വരുന്നത് ആരാ ഹോസ്പിറ്റലിലേക്ക്?
ആരാ വരുന്നേ? മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് പേഷ്യൻസ് അല്ലെ, വെരി ഗുഡ്, പേഷ്യൻസ് ആണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ ആരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും? അപ്പോ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോ അവിടെ വരുന്ന പേഷ്യൻസിന്റെ സംരക്ഷണമാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് പേഷ്യൻസ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദിയർ ഡയഗ്നോസിസ് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന്റെ സംരക്ഷണം ഇപ്പൊ എങ്ങനെയുള്ളതാണ്? പേഷ്യൻസ് ചിലപ്പോ റേഡിയേഷനുമായിട്ട് വിധേയമാവുന്നത് എങ്ങനെയായിരിക്കാം? ചിലപ്പോ അവരുടെ ഡയഗ്നോസിസ്, രോഗനിർണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാവാം അല്ലെ. എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടോ പേഷ്യൻസ് സ്വാഭാവികമായിട്ട് റേഡിയേഷന് എക്സ്പോസ്ഡ് ആകുന്നുണ്ടെങ്കിൽ വിധേയമാകും. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ സംരക്ഷണമാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. കിട്ടിയോ? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒക്കെയാണോ? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. തേർഡ് വൺ ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, പേരിൽ നിന്ന് തന്നെ അറിയാലോ ആരുടെയാണ്, ആരുടെ ആയിരിക്കും? പബ്ലിക് ആരാണ്? പൊതുജനങ്ങൾ അല്ലെ. നമ്മുടെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ ജനസമൂഹങ്ങളുടെ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷൻ ആണ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് പബ്ലിക് ആൻഡ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. മൊത്തത്തിലുള്ള പോപ്പുലേഷന്റെ അല്ലെങ്കിൽ പബ്ലിക്കിലെ ഓരോ ഇൻഡിവിജ്വൽസിനും ഈ റേഡിയേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ സംരക്ഷണമാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും ചെയ്യാനായിട്ട് കുറച്ച് മെഷേഴ്സ് കാര്യങ്ങൾ നമ്മൾ താഴെ പഠിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം ഇത് മൂന്നെണ്ണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം നമ്മൾ ഏതാ പറഞ്ഞ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ഏതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യുക. ഒക്യുപേഷൻ എന്ന് പറയുമ്പോൾ തൊഴിലാണ് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഈ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഇനി മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ്, ആരുടെ പ്രൊട്ടക്ഷൻ ആണ്? റേഡിയേഷനിൽ നിന്നുള്ള പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. ഞാൻ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എക്സ്ട്രാ നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ. പബ്ലിക്കിലെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ക്ലിയർ ആണോ? അത് മൂന്നെണ്ണം ഇനി പറയണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തോട്ടെ മിസ്. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. നമ്മളിത് പറഞ്ഞു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെ നമുക്ക് ഈ സംരക്ഷണം അവർക്ക് ഉറപ്പുവരുത്താം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും? അതിന് മൂന്ന് വിഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ പേഷ്യൻസിന്, സ്റ്റാഫുകൾക്ക്, പബ്ലിക്കിന്, ആ മൂന്നെണ്ണം നമ്മൾ കാറ്റഗറൈസ് ചെയ്തില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തേത് ഫോർ പേഷ്യന്റ് എന്നാണ്. നിങ്ങളുടെ പേഷ്യന്റ് എന്നാണോ കിടക്കുന്നത്? ആണോ? അല്ലെങ്കിൽ ഒന്ന് തിരുത്തിയേക്കാം കേട്ടോ. പേഷ്യന്റ് എന്നാണെങ്കിൽ ഓക്കെ, ശരിയാണ്. പബ്ലിക് അല്ല കേട്ടോ, പേഷ്യന്റ് ആണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വൺ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ്. മൂന്നാമത്തതാണ് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ അല്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ പേഷ്യന്റ്, ഫോർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ പേഷ്യൻസിന് നമ്മുടെ റേഡിയേഷനിൽ നിന്നും എങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാം? ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ആവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഡയഗ്നോസിസിന് വേണ്ടി അല്ലെ, രോഗനിർണയത്തിന് വേണ്ടിയോ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയോ ഒക്കെ എന്താണ് നമുക്ക് ചിലപ്പോൾ റേഡിയേഷൻ കൊടുക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അതിന് എക്സ്പോസ്ഡ് ആവേണ്ടതായിട്ട് വരാം. അപ്പൊ അതിൽ നിന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ചിലപ്പോൾ നമ്മൾ ഏൽക്കേണ്ടതായിട്ട് വരാം. അല്ലാതെ അതിൽ കൂടുതൽ ഏൽക്കാതിരിക്കാൻ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലൊന്നാമത്തത് ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും?
ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ക്രമീകരിക്കുക, അല്ലെങ്കിൽ വളരെ ഉത്തമമായ രീതിയിൽ എന്തെങ്കിലും കറക്റ്റ് അല്ലെങ്കിൽ കൃത്യമായ അളവില് എക്സ്റേ അല്ലെങ്കിൽ CT ഡോസുകൾ പേഷ്യൻസിന് നൽകുക എന്നുള്ളതാണ്. ഒത്തിരി എമൗണ്ട് എക്സസ് ആയിട്ട് നമുക്ക് ഡോസുകൾ കൊടുക്കാതെ വളരെ കൃത്യമായ ക്രമീകരിച്ചിട്ടുള്ള അളവില് എക്സ്റേയും CT ഡോസുകളും കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ ഒരു CT സ്കാൻ ചെയ്യണം, അതൊരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കില്ലേ നമ്മൾ ചെയ്യാം, അല്ലെ? ഇപ്പൊ കൈക്കാണെങ്കിൽ കൈയുടെ ബോൺസിന്റെ ആണ് പിക്ചർ നമുക്ക് എടുക്കേണ്ടത് അല്ലെങ്കിൽ എക്സ്റേ എടുക്കേണ്ടതെങ്കിൽ ആ ഒരു ഭാഗമല്ലേ നമ്മൾ അവിടെ വിധേയമാകേണ്ടതുള്ളൂ, അല്ലെ? അപ്പൊ മറ്റു ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഷീൽഡ് ചെയ്യുക അല്ലെങ്കിൽ കവചം കൊണ്ട് അല്ലെങ്കിൽ കവർ ചെയ്ത് മറ്റു ഭാഗങ്ങള് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഭാഗത്ത് മാത്രമല്ലേ റേഡിയേഷൻ ഏൽക്കുന്നുള്ളൂ, മറ്റു ഭാഗങ്ങൾ നമുക്ക് ആ ഒരു ഗ്രീൻ കളർ ഡ്രസ് ഒക്കെ ഇടാൻ തരാറില്ലേ, അതിനുള്ളിൽ കയറുന്ന സമയത്ത് അവരുടേതായ ക്ലോത്തിങ് ഒക്കെ തരാറില്ലേ, പ്രൊട്ടക്ഷന് വേണ്ടി തരാറുണ്ടോ? നിങ്ങൾക്കൊക്കെ തരാറുണ്ടോ? പോയിട്ടുണ്ടോ? എന്തെങ്കിലും എന്താണ് CTയോ MRIയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് തന്നെ. അപ്പൊ നമ്മുടെ മറ്റു ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള റേഡിയേഷൻസ് ഏൽക്കാതെ ഏത് ഭാഗത്താണ് നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യുന്നത് ആ ഭാഗം മാത്രം ഓപ്പൺ ആക്കി വെച്ച് മറ്റു ഭാഗങ്ങളെ ഷീൽഡ് ചെയ്യുക അല്ലെങ്കിൽ കവർ ചെയ്ത് സംരക്ഷിക്കുക. മൂന്നാമത്തത് പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീനുകളും വളരെ കൃത്യമായ രീതിയിൽ കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആനുകാലികമായിട്ട് അതെന്ത് ചെയ്യുക, കൃത്യത നിർണ്ണയിക്കുക. വളരെ കൃത്യമായിട്ടുള്ള അളവിൽ തന്നെയാണ് ഒരു ഡോസ് കൊടുക്കുന്നത്. ചില മെഷീൻസ് ഒക്കെ ചിലപ്പോൾ തകരാറൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ ചെറിയ കംപ്ലൈൻസോ കാര്യങ്ങളോ വരുമ്പോ ഒത്തിരി ഡോസ് ചിലപ്പോൾ കൂടുതൽ വന്നേക്കാൻ മതി, അല്ലെ? റേഡിയേഷൻസിന്റെ ഡോസിന്റെ അളവൊക്കെ ചിലപ്പോൾ കൂടിപ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആനുകാലികമായിട്ട് ആ മെഷീൻസിന്റെ കൃത്യത എപ്പോഴും എന്ത് ചെയ്യുക, നിർണ്ണയിക്കുക. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി ഗുണനിലവാരവും കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോവുക. അപ്പൊ എപ്പോഴും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള റിപ്പയറിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ ഉടനെ അത് റിപ്പയർ ചെയ്ത് ശരിയാക്കി ഒത്തിരി എന്താണ് മെഷീൻസ് ഒത്തിരി കേടുപാടുകൾ സംഭവിക്കാതെ എപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു മെഷീനിൽ വരുന്ന കേടുപാടുകൾ മൂലവും ചിലപ്പോൾ ഒത്തിരി എമൗണ്ട് ഓഫ് ഡോസുകൾ റേഡിയേഷൻ പോലെ ചിലപ്പോൾ ഇവരുടെ ദേഹത്തേക്ക് എത്തിയേക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നത് റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സിന് ഇപ്പൊ നമ്മുടെയാണെങ്കിൽ ഒരു എക്സ്റേ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു CT എടുക്കുന്നു, ആ പ്രൊസീജിയർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് മാറ്റാറില്ലേ? ഒത്തിരി സമയം നമ്മൾ അവിടെ കിടത്താറുള്ളൂ. ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്ന് മാറ്റും, അല്ലെ? നമുക്ക് ആ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡ്രസ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറയാറവര്, അല്ലെ? അത് റിസൾട്ട് കിട്ടുന്നത് വരെയൊക്കെ നമ്മൾ അവിടെ ഉള്ളിൽ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ എക്സ്റേ സോഴ്സിന്റെ അല്ലെങ്കിൽ എക്സ്റേയുടെ ഉറവിടം എവിടെയാണോ അതിന്റെ അടുത്ത് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. അപ്പൊ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ റെഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൊണ്ട് ആ പ്രൊസീജിയർ കഴിയുമ്പോൾ തന്നെ ആ പേഷ്യന്റിനെ അവിടെ നിന്ന് മാറ്റുക. ഇത്രയും കാര്യങ്ങൾ പേഷ്യൻസിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നാമത്തെ എന്താ പറഞ്ഞേ, എക്സ്റേ അല്ലെങ്കിൽ CT ഡോസുകളുടെ ആ ഒരു കൊടുക്കുന്ന ഡോസിന്റെ അളവ് വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് അല്ലെങ്കിൽ ക്രമീകരിച്ച് നിയന്ത്രിച്ച് കൊടുക്കുക. രണ്ടാമത്തത് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. നമ്മൾ എവിടെയാണോ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് ആ ഭാഗം മാത്രം ഓപ്പൺ ആക്കി വെച്ച് മറ്റു ഭാഗങ്ങൾ ഷീൽഡ് ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് സംരക്ഷിക്കുക. പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പറയുന്നത് ആനുകാലികമായിട്ട് മെഷീൻസിന്റെ കൃത്യം നിർണ്ണയിക്കുക, ഗുണനിലവാരം നിയന്ത്രിക്കുക. അതിലൂടെ ഒത്തിരി എമൗണ്ട് ഓഫ് ഡോസ് കൂടുതലായിട്ട് അളവിലേക്ക് പേഷ്യൻസിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, മെഷീൻ പ്രോപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ. ലാസ്റ്റ് പറഞ്ഞത് റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സിന്റെ അവിടെ ഒത്തിരി സമയം നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഉടനെ പേഷ്യന്റിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പോയിന്റ്സ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. ഒന്നാമത്തത് adequate distance 3 meter between machines and control panel. ഒന്നുകൂടി പറയണം. പേഷ്യൻസിനോടല്ലേ പറഞ്ഞേ?
ഏത് പോയിന്റ് ആണ് പറയേണ്ടത് മിസ്? ഏതാണ് കിട്ടാത്തത്? കിട്ടാത്ത പോയിന്റ് മാത്രം പറഞ്ഞാൽ മതിയില്ലേ? 4th പോയിന്റോ? 4 പോയിന്റും വേണോ എന്നാണ് ഉദ്ദേശിച്ചത്? ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? എക്സ്റേ അല്ലെങ്കിൽ CT ഡോസുകൾ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായ അളവില് പേഷ്യൻസിന് നൽകാനായിട്ട് കൃത്യമായിട്ടൊരു ക്രമീകരിച്ച രീതിയിൽ നൽകുക. ആവശ്യമുള്ള കൃത്യ അളവിൽ മാത്രം ആ ഡോസുകൾ നൽകുക. രണ്ടാമത്തത്, പേഷ്യൻസിന് എവിടെയാണോ ആ പ്രൊസീജിയർ ചെയ്യുന്നത്, ഇപ്പോൾ എക്സ്റേ ആയിക്കോട്ടെ അല്ലെങ്കിൽ CT ആയിക്കോട്ടെ, ഏത് ഭാഗത്താണോ നമുക്ക് ചെയ്യുന്നത് ആ ഭാഗം മാത്രം ഓപ്പൺ ആക്കി വെച്ച് മറ്റ് ബോഡി ഭാഗങ്ങള് എന്ത് ചെയ്യുക? ഷീൽഡ് ചെയ്ത് അല്ലെങ്കിൽ കവചം അല്ലെങ്കിൽ കവർ ചെയ്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തത്, അവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസുകളുടെയും കൃത്യത നിർണ്ണയിക്കുക. ആനുകാലികമായിട്ട് ആ മെഷീൻസ് പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അവിടെ ക്വാളിറ്റി കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതിലേക്ക് ആ ഒരു ക്വാളിറ്റി നിയന്ത്രിക്കുക. കൃത്യമായിട്ടുള്ള ആ ഒരു കൃത്യത, കാലിബ്രേഷൻ കൃത്യമായിട്ടാണോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആനുകാലികമായിട്ട് അത് ചെക്ക് ചെയ്യുകയും അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുകയും വേണം. ലാസ്റ്റ് പറഞ്ഞത്, റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സിനെടുത്ത് ഒത്തിരി സമയം നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് കുറയ്ക്കാൻ വേണ്ടി ആ പ്രൊസീജിയർ കഴിയുന്ന ഉടനെ തന്നെ ആ പേഷ്യന്റിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുക. ക്ലിയർ ആണോ? 4 പോയിന്റ്സ്. ഓക്കെ, അടുത്തത് സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ ആണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, adequate distance that is 3 meters between machine and control panel. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ CT ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ തൊട്ടടുത്തായിരിക്കില്ല അവിടുത്തെ സ്റ്റാഫുകൾ നിൽക്കുക, അല്ലെ? തൊട്ടടുത്താണോ നിൽക്കാറ്? അവർക്ക് അവരുടേതായ ഒരു കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്റേ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ CT എടുക്കണമെങ്കിലോ MR എടുക്കണമെങ്കിലോ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. അപ്പൊ അവർ ഇച്ചിരി ദൂരെ ആയിരിക്കും നിൽക്കുക, അല്ലെ? നമ്മുടെ പ്രൊസീജിയർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇച്ചിരി ദൂരെ ആയിരിക്കും നിൽക്കുന്നത്, അല്ലെ? അപ്പൊ എപ്പോഴും ഒരു മതിയായ അകലം അവിടെ ഉണ്ടായിരിക്കും. അവർ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറയുന്നത്, അല്ലെ? അപ്പൊ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ പറയുമ്പോൾ ഇവിടെ പേഷ്യൻസിന് ഏൽക്കുന്ന അതേ ഡോസ് അവർക്ക് കൊടുക്കേണ്ട, അവരേൽക്കേണ്ട കാര്യമില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെഷീനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനലിൽ നിന്നും ഒരു 3 മീറ്റർ ഒരു മതിയായ ഒരു ഡിസ്റ്റൻസ് അവിടെ വെക്കുകയും ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 3 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസിലായിരിക്കണം ഈ മെഷീനും അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനലിന്റെയും ഡിസ്റ്റൻസ് വരേണ്ടത്. അപ്പൊ ആ ഒരു കൺട്രോൾ പാനലിൽ നിന്ന് ഒരു 3 മീറ്റർ മാറി സ്റ്റാഫിൽ നിന്ന് അവിടെ നിന്ന് കൺട്രോൾ ചെയ്താൽ മതി. അപ്പൊ അവർക്ക് അത്രയും കുറച്ച് റേഡിയേഷനല്ലേ അവരുടെ ബോഡിയിലേക്ക് ഏൽക്കുള്ളൂ, അല്ലെ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, apron, gloves, goggles during the time of positioning the patient. ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫുകളും എന്തൊക്കെ ധരിക്കണം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ എക്സ്റേ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ CT ചെയ്യുന്ന സമയത്തോ നമ്മുടെ പൊസിഷനിങ് കറക്റ്റ് ആകുന്നവരാണ്, അല്ലെ? ഇപ്പൊ ഒരു എക്സ്റേ എടുത്തു, അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ ചരിച്ചു കിടക്കുന്നതോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ പൊസിഷനിൽ നിർത്തുന്നതോ ഒക്കെ അവരല്ലേ വന്ന് ചെയ്യാറ്, അല്ലെ? നമ്മളോട് പറയുന്നെങ്കിൽ പോലും ഇന്ന പൊസിഷനിൽ ഇരുന്നാലാണ് ഇന്ന ഭാഗത്തെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അവരല്ലേ നമ്മൾ ഓരോ കൃത്യമായ പൊസിഷനിൽ എടുത്തരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ തരുമ്പോ അവരെന്ത് ചെയ്യണം? ലീഡ് ഏപ്രൺസ് എന്ത് ധരിക്കുക? ഏപ്രണുകൾ ധരിക്കുക, അല്ലെങ്കിൽ ഗ്ലൗസുകൾ ധരിക്കുക. അതുപോലെ ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഗൂഗിൾസ്? ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണടകൾ കേട്ടോ. അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഏപ്രണുകള്, ഗ്ലൗസുകള്, ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണടകള് മുതലായവയൊക്കെ പേഷ്യൻസിനെ പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് വെച്ച് പേഷ്യൻസിന് ചിലപ്പോൾ ചരിച്ചു കിടത്തേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ നേരെ കിടത്തേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഇതൊക്കെ ധരിച്ചിരിക്കണം എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്. എന്തിന്റെ ഉപയോഗമാണ്? പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ, അതായത് TLD, തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ അല്ലെങ്കിൽ ഡോസിമീറ്റർ എന്നാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ എന്ന് പറയാറില്ല, ഡോസിമീറ്റർ എന്നാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു വേർഡ് കേട്ടോ. അപ്പൊ ഈ ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷേഴ്സ്, അതൊന്നും ഡെവലപ്പ് ചെയ്യണേ, ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷേഴ്സ് എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരിയഡ്. ഒരു നിശ്ചിത കാലയളവില് അയണൈസിംഗ് റേഡിയേഷന് വിധേയമാകുന്നതിന്
ആര് വിധേയമാവുന്നത്? അവിടുത്തെ സ്റ്റാഫുകൾ. അപ്പൊ ഈ ഒരു ഡോസിമീറ്റർ ധരിച്ചിട്ടുള്ള ജീവനക്കാരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ആ ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ, നിശ്ചിത കാലയളവില് എത്രത്തോളം അയണൈസിങ് റേഡിയേഷൻ വിധേയമായിട്ടുണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ അല്ലെങ്കിൽ തെർമൽ ലൂമിനസെന്റ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പേഴ്സണൽ ഡിസ്പ്ലേ ഡിവൈസുകൾ, അപ്പൊ നമുക്കിവിടെ എത്രത്തോളം അവർ ആ ഒരു അയണൈസിങ് റേഡിയേഷന് വിധേയമായിട്ടുണ്ട് ആ ഒരു നിശ്ചിത കാലയളവില് എന്ന് നമുക്ക് ഈ ഒരു ഡോസിമീറ്ററിന്റെ സഹായത്തോടുകൂടി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഡോസിമീറ്ററുകളുടെ ഉപയോഗം ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അടുത്തത് മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്. ഓരോ മാസവും ഇവർ എത്രത്തോളം റേഡിയേഷൻ എക്സ്പോസ്ഡ് ആകുന്നുണ്ടെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇതിലൂടെയൊക്കെ ആരുടെ പ്രൊട്ടക്ഷൻ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്? ആരുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്? സ്റ്റാഫുകളുടെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെയാണ് കേട്ടോ. അപ്പൊ ജീവനക്കാരുടെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് ഈ പറയുന്ന ഏതാണ് ഇപ്പൊ ഒരു എക്സ്റേ ആണ് ചെയ്യുന്നത്, എക്സ്റേ മെഷീനും അതിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനലും തമ്മിൽ ഒരു മതിയായ അകലം, അറ്റ്ലീസ്റ്റ് 3 മീറ്റർ എങ്കിലും അകലം എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ അവർക്ക് ആ ഒരു ജീവനക്കാർക്ക് ആ ഒരു 3 മീറ്റർ വിട്ടു നിന്ന് മതി അവിടെ പ്രവർത്തിക്കാൻ, വർക്ക് ചെയ്യാനായിട്ട് അല്ലെ. അത്രയധികം റേഡിയേഷൻ അവരിലേക്ക് വരുന്നില്ല. രണ്ടാമത്തത് ഈ പേഷ്യൻസിനെ പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ അവരുടെ ഏപ്രൺസും ഗ്ലൗസുകളും അതുപോലെ ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണടകളും ധരിച്ചിരിക്കണം. മൂന്നാമത് പറയുന്നത് ഡോസിമീറ്ററുകളുടെ ഉപയോഗം. അങ്ങനെ എന്തിനാണ് ഡോസിമീറ്റർ യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ ഓവർ ഗിവൺ പീരീഡ്. ഒരു നിശ്ചിത കാലയളവില് അവർ എത്രത്തോളം അയണൈസിങ് റേഡിയേഷന് വിധേയമാകുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡോസിമീറ്ററുകൾ. അങ്ങനെയുള്ള ഡോസിമീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എത്രത്തോളം അയണൈസിങ് റേഡിയേഷൻ അവർക്ക് എക്സ്പോസ്ഡ് ആവുന്നുണ്ടെന്നത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ മാസവും അവർ എക്സ്പോസ്ഡ് ആവുന്ന റേഡിയേഷൻസ്, എത്രത്തോളം റേഡിയേഷൻസ് അവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? സ്റ്റാഫിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റ്സ് ഓക്കെ ആണോ? ഫോർത്ത് പോയിന്റോ, മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത് എന്നാണോ? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഡോസിമീറ്ററുകൾ നമ്മൾ വെക്കും അവരുടെ പേര്. അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്ത് ഇപ്പൊ അവര് ബാഡ്ജ് പോലെയോ അല്ലെങ്കിൽ മെഷീൻ പോലെയോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്ത് ഓരോ മാസവും ഇതിൽ എത്രത്തോളം അയണൈസിങ് റേഡിയേഷൻ വിധേയമാകുന്നത് കൃത്യമായി നിരീക്ഷിക്കുക. അപ്പൊ അതിനനുസരിച്ച് അവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുക എന്നുള്ളതാണ് കേട്ടോ. പഠിത്തത്തിലേക്ക് പോവാലോ. നെക്സ്റ്റ് വരുന്നത് പബ്ലിക്കിന്റെ, നമ്മുടെ പൊതുജനങ്ങളുടെ റേഡിയേഷനിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അതിൽ ഒന്നാമത്തത് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ചിരുന്നു റേഡിയേഷൻ റൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ഇടയിൽ വെക്കാൻ പാടുണ്ടോ? പാടുണ്ടായിരുന്നോ? പറ്റില്ല അല്ലെ. ഒന്നിലെ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അതെന്തായിരുന്നു കാരണം? എന്തായിരുന്നു കാരണം? റേഡിയേഷൻസ് മറ്റിടങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. റേഡിയേഷൻസ് പോവാതിരിക്കും അല്ലേ. അപ്പൊ അത് തന്നെ ഇവിടെയും എന്താണ്? അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്, പൊതുവായ തിരക്കുള്ള ഇടങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ കുറച്ച് ദൂരെ അല്ലെങ്കിൽ അകലെയായിരിക്കണം ഈ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ റേഡിയോളജി റൂമുകൾ സ്ഥാപിക്കേണ്ടത് അല്ലെ. നമ്മൾ എപ്പോഴും ഉള്ളിലേക്ക് കയറി ഒരു ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരിക്കില്ലേ ഈ ഒരു റേഡിയോളജി റൂമിന്റെ ലൊക്കേഷൻ വരുന്നത് അല്ലെ. ഒത്തിരി തിരക്കുള്ള ഇടങ്ങളിലൊന്നും ഇത് കൊണ്ടുവന്ന് വെക്കാറില്ല. അപ്പൊ അത് ശരിക്കും നമ്മുടെ പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ. അത്രയും ആളുകളിലേക്ക് റേഡിയേഷൻ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. രണ്ടാമത് യൂസ് വാർണിംഗ് ബോർഡ്സ്. കണ്ടിട്ടുണ്ടോ വാർണിംഗ് ബോർഡുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകൾ? റേഡിയേഷൻ ഏരിയയാണ്, ഹൈ റേഡിയേഷൻ ഏരിയയാണ്, ഇന്ന ഭാഗത്തേക്ക് ഹൈ റേഡിയേഷൻ ഏരിയയാണ് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് ബോർഡുകൾ കൊടുക്കാറുണ്ട് അല്ലെ. റേഡിയോളജി ഏരിയയാണ്, റേഡിയേഷൻസ് ആണ്, ഹൈ എനർജി റേഡിയേഷൻസ് ആണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വാർണിംഗ് ബോർഡുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഉപയോഗിക്കുക. മൂന്നാമത് യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. റേഡിയേഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് ഇങ്ങനെ ഒരു സൈൻ ബോർഡ് കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും? ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നാളെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കും. ഇനി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഹൈ റേഡിയേഷൻ ഏരിയ ആണ്. ഇങ്ങനെയുള്ള ഒരു യെല്ലോ ഗ്ലോ, തിളങ്ങുന്ന ടൈപ്പാണ് ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ. അപ്പൊ അങ്ങനെ തിളങ്ങുന്ന രീതിയിൽ യെല്ലോ കളറിൽ ഗ്ലോ ചെയ്യുന്ന രീതിയിൽ തിളങ്ങുന്ന രീതിയിലുള്ള റേഡിയേഷൻ ഏരിയ ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള സൈൻ ബോർഡ് സ്ഥാപിക്കുക. അടുത്തതാണ്, it is also needed that warning lights are clearly seen and lit when the X-ray machine behind the leaded door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. X-ray ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കാറില്ലേ? അപ്പൊ ഒരാളെ എക്സ്റേ എടുക്കാൻ കയറി കഴിയുമ്പോ ആ ഒരു ഡോറിന്റെ പുറത്ത് ഒരു റെഡ് ലൈറ്റ് കത്തും. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? ആ എക്സ്റേ ഡോറിന്റെ മുകളിലായിട്ട് അല്ലെ, നമ്മൾ ആ ഒരു മെയിൻ ഡോറിന്റെ മുകളിലായിട്ട് ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടെ എപ്പോഴാണ് ആ റെഡ് ലൈറ്റ് കത്താറ്? എപ്പോഴായിരിക്കും കത്തുന്നത്? പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് അല്ലെ? ഒരു പേഷ്യന്റിനെ അകത്തേക്ക് കയറ്റി ആ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് റെഡ് ലൈറ്റ് കത്തിയിരിക്കും അല്ലെ? റെഡ് ലൈറ്റ് കത്തും. അതിനുശേഷം ആ പ്രൊസീജിയർ തീരുമ്പോ ലൈറ്റ് ഓഫ് ആവും അല്ലെ? പിന്നെ അടുത്ത ആളെ കയറ്റി ഇതേ സെയിം പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തും, അല്ലാത്ത സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യും അല്ലെ? ഓഫ് ആവും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അല്ലെ? അപ്പൊ അങ്ങനെ അതാണ് ഇവിടെ നീഡഡ് ആസ് വാർണിംഗ് ലൈറ്റുകൾ. റെഡ് കളറാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ വാർണിംഗ് ലൈറ്റുകൾ എപ്പോഴാണ്? ആ എക്സ്റേ മെഷീൻസ്, ആ ലീഡഡ് ഡോർ, ആ മെയിൻ ഡോറിന്റെ പിന്നില് എക്സ്റേ മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ ആ ലൈറ്റുകള് കൃത്യമായിട്ട് പ്രകാശിപ്പിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പ്രകാശിപ്പിക്കുന്നത്? ഇതിന്റെ ഒരു സൂചനയായിട്ടാണ് ഡിസ്ചാർജിങ് റേഡിയേഷൻ. അവിടെ ആ ഒരു എക്സ്റേ പ്രൊസീജിയർ നടക്കുന്നത്, അവിടെ റേഡിയേഷൻസ് പുറന്തള്ളപ്പെടുന്നുണ്ട് അല്ലെ? അങ്ങനെ പുറന്തള്ളപ്പെടുന്നുണ്ട്. പുറത്തു നിന്നൊരു വ്യക്തിക്ക് ഇത് കണ്ടാൽ അത് മനസ്സിലാവണം, അതിനുള്ളില് റേഡിയേഷൻസ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പുറത്തു നിന്നുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുന്നതാണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയാ? അൺഇൻറ്റൻഷണൽ എൻട്രി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ ഒരു മനഃപൂർവ്വമല്ലാതെ അല്ലെങ്കിൽ ബോധപൂർവമല്ലാതെയൊക്കെ എന്താണ് ചിലപ്പോ ആളുകൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് കയറാം അല്ലെ? അങ്ങനെ കയറിയാൽ എന്താ പറ്റുക? അതിന് പെട്ടെന്ന് ചിലപ്പോ അവർക്ക് അറിയില്ല, ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെ അവര് മനഃപൂർവ്വമല്ലാതെയോ അബദ്ധവശാലോ ഒക്കെ അവരങ്ങനെ ഒന്നും ധരിക്കാതെ, അതായത് വിത്തൗട്ട് വെയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായ എന്താണ് ഗ്ലൗസുകളോ അല്ലെങ്കിൽ ഗൂഗിൾസോ അങ്ങനെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള യാതൊന്നും ധരിക്കാതെ അബദ്ധവശാൽ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ അതിനുള്ളിലേക്ക് അബദ്ധവശാൽ കയറിപ്പോയാല് അവർക്ക് ഈ റേഡിയേഷൻസ് എന്താവാം, അവരുടെ ബോഡിയിലേക്ക് ബാധിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്താണ് ആ ഒരു എക്സ്റേ റൂമില് അവിടെ റേഡിയേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പുറത്തു നിൽക്കുന്ന ആളുകളെ വാർണിംഗ് കൊടുക്കാൻ, അതിന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ആ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് വാർണിംഗ് ലൈറ്റുകൾ പ്രകാശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങള് പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒന്നാമത്തത് പറഞ്ഞത് എപ്പോഴും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ റേഡിയോളജി റൂമുകൾ ജനറൽ ട്രാഫിക് അല്ലെങ്കിൽ പൊതുവായ തിരക്കുള്ള ഇടങ്ങളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത് വാർണിംഗ് ബോർഡുകൾ ഉപയോഗിക്കുക, അതുപോലെ ഇങ്ങനെയുള്ള റേഡിയേഷൻ ഏരിയയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി യെല്ലോ ഗ്ലോ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ എക്സ്റേ മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ആ ഡോറിന് മുകളിലായിട്ട് ഒരു റെഡ് ലൈറ്റ് അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? 4 പോയിന്റ്സും ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ്.
ലാസ്റ്റ് ഭാഗം ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഇനി നമ്മൾ എല്ലാ ചാപ്റ്ററിലും പഠിക്കാറുണ്ട് അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഈ ചാപ്റ്ററുകളിലും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും പഠിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. The enlarging and considering all radiology department policies and course of action for the radiology department. അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസികൾ, നയങ്ങള്, അതുപോലെ കോഴ്സ് ഓഫ് ആക്ഷൻ, നടപടിക്രമങ്ങള് മുതലായവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ആൻഡ് കൺസേണിങ് അതിനു വേണ്ടിയുള്ള അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നൽകുകയും ചെയ്യുക. അതൊന്നാമത്തെ കാര്യം. എൻലാർജിംഗ് ആൻഡ് കൺസേണിങ് ഓൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പോളിസീസ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള്, അതുപോലെ പോളിസികളും നയങ്ങള് മുതലായവയൊക്കെ വികസിപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നൽകേണ്ടതും ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യൻസ് ഷുഡ് ബി സോ പ്ലാൻഡ് ദാറ്റ് ഇൻപേഷ്യൻസ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയവരാണെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾ അഡ്മിറ്റ് ആയി നിങ്ങൾക്ക് ഒരു എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ സ്കാൻ ചെയ്യണം എന്ന് വിചാരിക്കാം. നമ്മൾ ഒത്തിരി സമയം നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്ത് നമ്മളൊരു ഔട്ട് പേഷ്യന്റിനെ പോലെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ടോ? ഇൻപേഷ്യന്റ് ആവുമ്പോഴാണ് കേട്ടോ അവിടെ നമ്മള് അഡ്മിറ്റ് ആയിട്ട് സ്റ്റേ ചെയ്യാണ്. അപ്പൊ അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് വരാറുണ്ടോ? ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് നമ്മുടെ റേഡിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യാൻ വേണ്ടി വരാം. അത്രയധികം സമയം വേണ്ടി വരാറില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചെന്ന് എടുക്കുന്ന അത്രയും സമയം ഒരു ഇൻപേഷ്യന്റിന് വേണ്ടി വരാറില്ല. അപ്പൊ അത് തന്നെ ഇവിടെയും പറയുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് വാർഡ് പേഷ്യൻസിന് വേണ്ടി അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് സംവിധാനം, എവിടേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആയി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പ്ലാൻഡ് ആയിട്ട് വളരെ ആസൂത്രിതമായിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ഈ ഇൻപേഷ്യൻസിനെ നമ്മൾ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള ആസൂത്രിതമായിട്ടായിരിക്കണം അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഔട്ട് പേഷ്യൻസിന്റെ കാര്യം നോക്കണ്ട, ഇൻപേഷ്യൻസിനെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ അല്ലെ. അപ്പൊ നമുക്ക് കൃത്യമായി ടോക്കൺ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നേഴ്സ് പറയും അല്ലെ, അവിടെ പോയിരുന്നോ, സമയമാകുമ്പോൾ ഞാൻ വന്ന് അറിയിച്ചോളാം എന്ന് പറയാറില്ലേ? നിങ്ങളുടെ അടുത്ത് തിരക്ക് കുറയുന്ന സമയം നോക്കി ഞങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ അറിയിക്കാം, അപ്പൊ വന്നാൽ മതി എന്നല്ലേ പറയാറില്ല. നമ്മൾ അവിടെ കൊണ്ടുപോയി ആ വെയിറ്റിംഗ് റൂമില് ഒത്തിരി സമയം ഒന്നും എടുക്കാറില്ല അല്ലെ, പ്രൊസീജിയർ ചെയ്യാറാവുമ്പോൾ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അപ്പൊ അതുപോലെ അവിടെ ഒത്തിരി സമയം നമ്മുടെ ഇൻപേഷ്യൻസിനെ അല്ലെങ്കിൽ വാർഡ് പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ ആസൂത്രിതമായിട്ടായിരിക്കണം ആ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവിടെ നടത്തേണ്ടത്. രണ്ടാമത്തത് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്സ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിലെ സമയം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യുന്നത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉണ്ടാവും അല്ലെ. കൃത്യമായ സമയം ആ ഹോസ്പിറ്റലിന്റെ പോളിസി അല്ലെങ്കിൽ നയത്തിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ഹോസ്പിറ്റൽ പോളിസി പറയുന്ന പ്രകാരമുള്ള ഡിപ്പാർട്ട്മെന്റ് ടൈമിങ്ങുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ആരും ഉറപ്പുവരുത്തണം എന്നാ പറയുന്നത്? നല്ലൊരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അങ്ങനെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത ഒരു നല്ലൊരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവിടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ടൈമിങ്സ് ആണോ ഫോളോ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തത് നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. എന്താ, ഒരു അത്യാവശ്യമല്ലാത്ത രീതിയിൽ ഒരു അനിവാര്യമല്ലാത്ത രീതിയിൽ ഒത്തിരി സമയം വെയിറ്റിംഗ് ടൈം ഒക്കെ എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുവരാനായിട്ട് പേഷ്യൻസ് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അങ്ങനെയുള്ള വെയിറ്റിംഗ് ടൈം ഒക്കെ അവോയ്ഡ് ചെയ്യുക. മാക്സിമം ഇത്രയും പെട്ടെന്ന് തന്നെ പ്രൊസീജിയർ തീർത്ത് അവർക്ക് ആവശ്യമായ റിസൾട്ടുകൾ നൽകി അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അവിടെ ഒത്തിരി അനാവശ്യമായിട്ടുള്ള വെയിറ്റിംഗ് ടൈമുകളും കാര്യങ്ങളും
ഒഴിവാക്കുക. Then preventive maintenance of machines and equipments, machines മുതലായവയുടെയൊക്കെ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ നടത്തുക. അതായത് മെഷീൻ കേടായതിനു ശേഷമല്ല നമ്മളവിടെ മെയിൻറ്റെയിൻസ് ചെയ്യേണ്ടത്. ആനുകാലികമായിട്ട് അത് കൃത്യമായിട്ട് വർക്കിംഗ് കണ്ടീഷനിലാണോ നിലനിൽക്കുന്നത്, അല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ട് നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു പ്രിവെന്റീവ് മെയിൻ്റനൻസ്, ഒരു പ്രതിരോധപരമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ എപ്പോഴും ചെയ്യുക. Then the radiology department must maintain an effective working relationship with the medical staff, the administration and other hospital departments and services. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളും മെയിൻറ്റെയിൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്, നല്ലൊരു പ്രവർത്തന ബന്ധം ആരൊക്കെയായിട്ട് നിലനിർത്തണം? ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഉള്ളിലുള്ള ആളുകളും തമ്മിൽ മാത്രമല്ല, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട്, അഡ്മിനിസ്ട്രേഷനുമായിട്ട്, അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ വ്യക്തികളും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അത്രയും പോയിന്റ്സ് നമുക്ക് കൂടി നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസികള്, അതുപോലെ നടപടിക്രമങ്ങള് മുതലായവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വികസിപ്പിക്കുകയും അത് അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി കൊടുക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ടാണ് നടക്കുന്നത്. ഇൻപേഷ്യൻസിന് അല്ലെങ്കിൽ വാർഡ് പേഷ്യൻസിനെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള അവിടെ അപ്പോയിന്റ്മെന്റ് പ്ലാൻ ചെയ്താണോ അവിടെ ആസൂത്രണം ചെയ്യുന്നത്, അത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിംഗ് ഹോസ്പിറ്റൽ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ടൈമിംഗ് ആണോ ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? ഒരാൾക്ക് മാത്രമാണോ? മറ്റുള്ളവർക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് ശരി മനസ്സിലാവുന്നില്ല? ക്ലിയർ ആണോ? സ്റ്റക്ക് ആവുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ? എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? മിസ് പറയുന്നത് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മിസ് ഒന്നുകൂടി പറയാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയാ പറയുന്നത് കേട്ടോ, ഫസ്റ്റ് തുടങ്ങിയാണ് പറയുന്നത്. നമ്മളൊരു 5 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. 5 പോയിന്റ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്തത് പറയാം കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തത് എന്താ പറഞ്ഞത്? അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ന് പറയുന്നത് വാർഡ് പേഷ്യൻസിനായിക്കോട്ടെ, ഇൻപേഷ്യൻസിനായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനൊക്കെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ വളരെ ആസൂത്രിതമായിട്ടാണോ അവരൊരു അപ്പോയിന്റ്മെന്റ് സംവിധാനം നിലനിർത്തുന്നത് എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ, രണ്ടാമത്തത്, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്സ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കൃത്യമായ ടൈമിങ്സ് ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, മൂന്നാമത്തത്, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. ഒത്തിരി അനാവശ്യമായ വെയിറ്റിംഗ് ടൈമോ കാര്യങ്ങളോ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല. വെയിറ്റിംഗ് ടൈം, അനാവശ്യമായിട്ടുള്ള വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളോ ഒഴിവാക്കണം. ഓക്കെ ആണല്ലോ? മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, നാലാമത്തത്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ്സ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും പ്രതിരോധപരമായിട്ടുള്ള അറ്റകുറ്റപ്പണികളില്ല, അതായത് ആനുകാലികമായിട്ട് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണോ നിലനിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? കൃത്യമായ ടെക്നീഷ്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെക്ക് ചെയ്യുക, പരിശോധിച്ച് ആവശ്യമായ മെയിൻ്റനൻസ് ഒക്കെ നടത്തി പ്രോപ്പർ ആയിട്ടൊരു വർക്കിംഗ് കണ്ടീഷൻ അത് എപ്പോഴും നിലനിർത്തുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
Then അടുത്തത് the radiology department must maintain an effective relationship. Radiology departmentലെ ജീവനക്കാര് ഒരു നല്ല ഫലപ്രദമായ ഒരു പ്രവർത്തന ബന്ധം ആരൊക്കെയായിട്ട് നിലനിർത്തണം എന്നാ പറയുന്നത്. ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ജീവനക്കാർ മാത്രമായിട്ടല്ല, മറ്റ് ഹോസ്പിറ്റലിൽ ഒത്തിരി മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, അവരുമായിട്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന ബന്ധം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ് ഇവിടെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? അത്രയും പോയിന്റ്സ് 5 പോയിന്റ്സ് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. അസസ്മെന്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സർവീസ് അല്ലെങ്കിൽ സേവനങ്ങളുടെ ഗുണനിലവാരം അതുപോലെ തന്നെ കൃത്യത അല്ലെ. ഇപ്പൊ ആ ഒരു മെഷീനിൽ ചിലപ്പോ ചില കംപ്ലൈന്റുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാല് ചിലപ്പോ ആ ഒരു റിപ്പോർട്ടിൽ വ്യത്യാസം വരാലോ അല്ലെ. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെയും ആ ഒരു റിപ്പോർട്ടിലോ കാര്യങ്ങളോ ഒക്കെ വ്യത്യാസം വരാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങളുടെ ഗുണനിലവാരവും കൃത്യതയും കൃത്യമായിട്ട് അസസ്മെന്റ് നടത്തുക അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. ആരെ വിലയിരുത്തൽ നടത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ചെയ്യേണ്ടത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സർവീസുകൾ വളരെ ക്വാളിറ്റിയോട് കൂടിയാണോ ചെയ്യുന്നത്, വളരെ ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എക്സാക്ട്നെസ്സോട് കൂടി കൃത്യതയോട് കൂടിയാണോ ചെയ്യുന്നത് എന്നൊക്കെ അസസ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? അടുത്ത പറയാലോ. Next, all the reports are to be signed by radiologist. എല്ലാ റിപ്പോർട്ടുകളും ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ റിപ്പോർട്ടുകളുടെ താഴെയും റേഡിയോളജിസ്റ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? റേഡിയോളജിസ്റ്റുകൾ ആരാണ്? റേഡിയോളജിസ്റ്റ് ആരാ? റേഡിയോളജിസ്റ്റ് ആരാണ്? 2 വ്യക്തികളാണ്. റേഡിയോളജിസ്റ്റും ഉണ്ട്, റേഡിയോഗ്രാഫേഴ്സും ഉണ്ട്. എന്താണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കാം? റേഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോ നമ്മൾ കാർഡിയോളജിസ്റ്റ് കേൾക്കാറുണ്ട് അല്ലെ, ന്യൂറോളജിസ്റ്റ് കേൾക്കാറുണ്ട് ഇല്ലേ, നെഫ്രോളജിസ്റ്റ്. എത്രത്തോളം ഹിസ്റ്ററി നമ്മുടെ കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അതുപോലെ തന്നെ. അപ്പൊ റേഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? ആരായിരിക്കും അത്? ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആരാണ് ഒരു കാർഡിയോളജിസ്റ്റ്? ഡോക്ടർ അല്ലെ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് അല്ലെ. അപ്പൊ ഇവിടെയും റേഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങള്. ഡോക്ടർ തന്നെയാണ് കേട്ടോ. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെയാണ്. എന്തിനു സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും? ഈ റേഡിയോളജിസ്റ്റുമായി ബന്ധപ്പെട്ട റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റേഡിയോഗ്രാഫർ എന്ന് പറയുമ്പോ എന്തായിരിക്കാം? റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോ അതെ ആ പ്രോസസ് ചെയ്യുന്ന വ്യക്തികൾ ടെക്നീഷ്യൻസ് ആണ് അല്ലെ. റേഡിയോഗ്രാഫേഴ്സ് ആണ് ടെക്നീഷ്യൻസ്. മാറിപ്പോകരുത് കേട്ടോ, ചിലർക്ക് മാറിപ്പോവാനുള്ള ചാൻസ് ഏരിയയാണ്. അപ്പൊ എന്താണെന്ന് ചോദിക്കില്ല, റേഡിയോളജിസ്റ്റ് എന്താണ് ഇപ്പൊ റേഡിയോഗ്രാഫേഴ്സ് എന്താണെന്ന് ചോദിക്കില്ല. നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മിസ് പറഞ്ഞാണ് കേട്ടോ. എന്നൊക്കെ എളുപ്പത്തിൽ പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് പറയാം. ഒരു കാർഡിയോളജിസ്റ്റ്, ഒരു നെഫ്രോളജിസ്റ്റ്, ഒരു ന്യൂറോളജിസ്റ്റ് കുറെ ഡോക്ടേഴ്സ് അല്ലേ. അതുപോലെ തന്നെ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാലും ഡോക്ടറാണ്. ഓരോരുത്തരും ഓരോന്നിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോ ആ പ്രോസസ് ചെയ്യുന്ന ടെക്നീഷ്യനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ റിപ്പോർട്ടുകൾ സൈൻ ചെയ്യുന്നത് റേഡിയോളജിസ്റ്റുകളാണ്. ഡോക്ടേഴ്സ് ആണ് നമ്മുടെ റിപ്പോർട്ടുകൾ സൈൻ ചെയ്ത് തരിക അല്ലെ. ഇങ്ങനെ ഡോക്ടർ അല്ലെ, നമ്മളൊരു അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ സൈൻ ചെയ്യുന്നത് ആ ഒരു അപ്പൊ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഡോക്ടർ ആയിരിക്കും. അവരുടെ സിഗ്നേച്ചർ ആയിരിക്കും നമ്മുടെ ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാവുക കേട്ടോ. Then there should be well trained and registered radiographers
അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. ഇനി അവിടെ എപ്പോഴും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരിക്കണം? വളരെ ട്രെയിൻഡ് ആയിട്ട് നല്ല പരിശീലനം ലഭിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എപ്പോ നമ്മൾ വിളിച്ചാലും അവിടെ ലഭ്യമാകുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഏതൊരു നിമിഷവും ചിലപ്പോൾ ഒരു എമർജൻസി കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ. ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവാതിരിക്കരുത്, മറിച്ച് ആരെങ്കിലും ഒരാൾ എപ്പോഴും അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കണം. ഏത് സമയത്ത് വിളിച്ചാലും അവിടെ പ്രസന്റ് ആയിട്ട് അവിടെ പ്രൊസീജിയർ ചെയ്ത് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. 2 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത് രണ്ടെണ്ണം. റേഡിയോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? എല്ലാ റിപ്പോർട്ടുകളും സൈൻ ചെയ്യുന്നു. റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻസ് ആണ്, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. അവരെ ഏത് സമയം വിളിച്ചാലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എപ്പോഴും നമുക്ക് അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാകും. ക്ലിയർ അല്ലേ? ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ദ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ റെഗുലേറ്ററി ബോർഡ് AERB പഠിച്ചു. ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, റേഡിയേഷനിൽ നിന്നുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് പഠിച്ചു. അതുപോലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ BARC കാര്യം നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്നുള്ള പേരും നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇവരെല്ലാം പറയുന്ന സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ്, ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി കുറച്ച് മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പറയുന്നുണ്ട്. ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അല്ലെ. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും ഈ പറയുന്ന AERB ആണെങ്കിലും റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ BARC ബാബ അറ്റോമിക് റിസർച്ച് സെന്ററുകളും നൽകുന്നുണ്ട്. ഇവര് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസും ആര് മുറുകെ പിടിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? ആരാണ്? ഷുഡ് ബി ക്ലം ടു എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക. ആരാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസും മുറുകെ പിടിക്കേണ്ടത്? ആരാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. ഓരോ ഹോസ്പിറ്റലിലെയും ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഈ BARC നൽകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിക്കോട്ടെ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെ AERB നൽകുന്ന സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം മുൻകൈ പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാനദണ്ഡങ്ങളാണെങ്കിലും നിയന്ത്രണങ്ങളാണെങ്കിലും പാലിച്ചുകൊണ്ടായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടതെന്ന്. അങ്ങനെ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഈ പറയുന്ന റെഗുലേഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാ? അവിടെ ഉറപ്പുവരുത്തേണ്ട ആളാരാ? ആരാ ഉറപ്പുവരുത്തണ്ടേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. റേഡിയോളജിസ്റ്റ് അല്ല. ഹോസ്പിറ്റൽ റേഡിയോളജിസ്റ്റുകൾ അതിന്റെ ഭാഗമായിട്ടുള്ളതാണല്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ ഉറപ്പുവരുത്തേണ്ടത്. അവിടെ നടത്തുന്നുണ്ട് ഇതുപോലുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസും പാലിച്ചുകൊണ്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. വായിച്ചു കഴിഞ്ഞോ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? 5th പോയിന്റോ? 5th പോയിന്റ് ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആ പോയിന്റ് അല്ലേ? എന്തെങ്കിലും
ഓക്കെ, അപ്പൊ അവന്റെ എന്താ പറയുന്നത്, നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫലപ്രദമായ പ്രവർത്തന ബന്ധം. ആര്? ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു പ്രവർത്തന ബന്ധം മറ്റുള്ള, അതായത് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമല്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ തമ്മിൽ മാത്രം നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കിയാൽ പോരാ, മറിച്ച് ഈ ഡിപ്പാർട്ട്മെന്റും അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് നല്ലൊരു ബന്ധം വേണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിർത്തണം. അത് എങ്ങനെ നിലനിർത്തുന്നത്? നല്ലൊരു റിലേഷൻഷിപ്പിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. ക്ലിയർ ആണോ? ഫിഫ്ത് പോയിന്റ്. ഓക്കെ, സിക്സ്ത് പോയിന്റിൽ പറയുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങള് നല്ല ക്വാളിറ്റിയിലാണോ കൊടുക്കുന്നത്? കൃത്യതയുണ്ട്, എക്സാക്ട്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് കൃത്യതയോട് കൂടിയാണ് അവിടുത്തെ സർവീസുകൾ അവർ ചെയ്യുന്നത് എന്ന് അസസ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവർ ചെയ്യുന്ന സർവീസുകൾ എങ്ങനെയാണ്, നല്ല ക്വാളിറ്റിയിലാണോ ചെയ്യുന്നത്, നല്ല എക്സാക്ട്നെസ്സോട് കൂടി കൃത്യതയോട് കൂടിയാണോ ആ സർവീസുകൾ പേഷ്യൻസ് കൊടുക്കുന്നത് എന്ന് വിലയിരുത്തി നിർണ്ണയിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? സിക്സ്ത് പോയിന്റ് ജാസ്മിൻ. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? വേറെ ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അടുത്ത ക്ലാസ്സിലെ മിസ് പുതിയൊരു ചാപ്റ്റർ തുടങ്ങേ, ഡയാലിസിസ് സർവീസ് ആണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതിന്റെ നോട്ട്സ് ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു.